السلام عليكم ورحمة الله وبركاته. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരമേകുന്നവനാണ്. അല്ലാഹു തആല പറഞ്ഞു വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ അവർക്ക് സമീപസ്ഥനാണ്, അവർക്ക് ഖരീബാണ് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർബ സാമീപ്യം വളരെ അടുത്താണ്. അല്ലാഹു അവൻ നിലകൊള്ളുന്നത് ഏഴാകാശങ്ങൾക്കുപരിയിൽ കുർസിയിന്റെയും അർശിന്റെയും ഉപരിയിൽ ആണെങ്കിൽ കൂടി അവന്റെ സഹായവും അവന്റെ പിന്തുണയും അവന്റെ അറിവും കഴിവും നിരീക്ഷണവും എല്ലാം കൊണ്ട് അള്ളാഹു നമ്മിൽ സമീപസ്ഥനാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെയും അവൻ കൃത്യമായി അറിയുന്നുണ്ട്. അതുകൊണ്ട് മനസ്സറിഞ്ഞുള്ളൊരു പ്രാർത്ഥന നമ്മുടെ ഭാഗത്തു നിന്ന് റമദാനിൽ ഉണ്ടാക്കണം. എന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ വചനം, എന്നെ കുറിച്ച് എന്റെ ദാസന്മാർ ചോദിച്ചാൽ ഞാൻ അവർക്ക് സമീപസ്ഥനാണ്, അടുത്തവനാണ്. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരമേകുന്നതാണ് എന്ന് അല്ലാഹു തആല പറയുമ്പോൾ ഈ ആയത്ത് പരാമർശിക്കപ്പെട്ടത് നോമ്പും റമദാനുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ ഉൾക്കൊള്ളുന്ന വചനങ്ങൾക്കിടയിലാണ്. ഈ 186-ാമത്തെ സൂറത്തുൽ ബഖറയിലെ വചനത്തിന്റെ തൊട്ടു മുമ്പ് 185-ലും തൊട്ട് താഴെ 187-ലും നോമ്പുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളാണ് ഉൾക്കൊള്ളുന്നത്. പണ്ഡിത മഹത്തുക്കൾ ഈ ഒരു പ്രാർത്ഥനയുടെ വചനം ഇതിൽ ഉൾക്കൊള്ളിച്ചതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്താറുണ്ട്. നോമ്പുകാരന്റെ പ്രാർത്ഥന സവിശേഷമാണ്, ഉത്തരം ലഭിക്കാൻ ഏറെ സാധ്യതയുള്ള സന്ദർഭങ്ങളാണ്. മനസ്സ് തുറന്ന് അള്ളാഹുവിനോട് ചോദിക്കുക, നമ്മുടെ മനസ്സ് കൂടി അള്ളാഹുവിലേക്ക് നീട്ടുക, കൈകൾക്കൊപ്പം മനസ്സുകളും അള്ളാഹുവിലേക്ക് തിരിയുക. ആത്മാർത്ഥമായി സത്യസന്ധമായ പ്രാർത്ഥനകൾ നമ്മിൽ നിന്നുണ്ടാകട്ടെ. ചില ഹദീസുകൾ നമുക്ക് കാണാം, നോമ്പുകാരന് നോമ്പ് തുറക്കുന്ന വേളയിൽ ഒരു പ്രാർത്ഥനയുണ്ട്, തള്ളപ്പെടാത്തൊരു പ്രാർത്ഥനയാണ്. നോമ്പുകാരന് ഉത്തരം കിട്ടാൻ, പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഉത്തരം നൽകാൻ ഏറെ സാധ്യതയുള്ള സന്ദർഭമാണ്. നോമ്പ് തുറക്കാറാകുമ്പോൾ, അടുക്കുമ്പോൾ, സമയമെടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. അല്ലാതെ പൊതുവിൽ തന്നെ നോമ്പുകാരനായിരിക്കുക. പകലിലോ രാത്രികാലങ്ങളിലൊക്കെ റമദാനിൽ നമ്മൾ ദുആ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ ആരാധനകളിൽ ഏർപ്പെടുന്ന ആളുകൾ അത് മുറപ്രകാരം കൃത്യമായി കാത്തു സൂക്ഷിക്കേണ്ടത് കൂടിയുണ്ട്. നോമ്പെടുക്കുന്നവർ ധാരാളമാണ്, നിസ്കരിക്കുന്നവർ ധാരാളമാണ്, സക്കാത്ത് കൊടുക്കുന്നവരും ധാരാളമാണ്, ഹജ്ജ് ചെയ്യുന്നവർ ധാരാളമാണ്. പക്ഷേ അത് മുറപ്രകാരം നിർവഹിക്കുന്നവർ കുറവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് പറഞ്ഞത്, സത്യവിശ്വാസികൾ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. എപ്രകാരമാണോ സൂക്ഷിക്കേണ്ടത് അങ്ങനെ. ആ സൂക്ഷ്മത നിലനിർത്താൻ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അധ്യാപനങ്ങളുണ്ട്. അത് പ്രകാരമാകണം നമ്മൾ ആരാധന കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അപ്പോഴേ അള്ളാഹുവിനെ സൂക്ഷിച്ചവരാണ് ശരിയായ നോമ്പുകാരാണ്. ആരാധനകളിൽ ഏർപ്പെടാൻ പലർക്കും കഴിയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, എന്റെ നോമ്പ്, എന്റെ നിസ്കാരം, എന്റെ ആരാധന കർമ്മങ്ങൾ പുണ്യപ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതുപോലെ തന്നെയാകണം. അത് തീർച്ചപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. ഇപ്പോൾ നോമ്പിനെ മുറിച്ചു കളയുന്ന, നിഷ്ഫലമാക്കുന്ന അനേകം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അടിസ്ഥാന വിഷയങ്ങൾ നമുക്കറിയാം. നോമ്പിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ തിന്നുക, കുടിക്കുക എന്നത്, അന്നപാനീയങ്ങൾ, അത് കരുതി കൂട്ടി ഒരാൾ ഉള്ളിലേക്ക് ഇറക്കിയാൽ അവന്റെ നോമ്പ് നിഷ്ഫലമാണ്. അത് നോമ്പെന്ന ആരാധനയെ കുറിച്ച് പറയും. എന്നാൽ നോമ്പെന്ന ആരാധനയുടെ പ്രതിഫലത്തെ കുറിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. തിന്മകളിൽ ഏർപ്പെടുക, സഹോദരങ്ങൾ, അത് നമ്മൾ കരുതിയിരിക്കേണ്ടതാണ്. ഭക്ഷണം, അതുപോലെ തന്നെ വെള്ളം, അത് മറന്നിട്ടോ അല്ലെങ്കിൽ ഒരാൾ സമയം തെറ്റിയിട്ട്, തെറ്റുധാരണ കൊണ്ട് ഫജ്റായിട്ടില്ല, സുബഹിവാക്ക് കൊടുത്തിട്ടില്ല എന്ന് കരുതി ഒരാൾ വെള്ളം കുടിച്ചു, ഭക്ഷണം കഴിച്ചു, അയാളുടെ നോമ്പിനെ അത് ബാധിക്കുകയില്ല, അയാളുടെ നോമ്പ് സ്വീകാര്യമാണ്. അതുപോലെ സൂര്യൻ അസ്തമിച്ചു, മഗ്‌രിബായി എന്ന തെറ്റുധാരണയിൽ ഒരാൾ വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്താൽ അയാളുടെ നോമ്പും നിഷ്ഫലമാകുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നമാ അത്അമഹു അല്ലാഹു വസഖാഹു, അത് അല്ലാഹു അവനെ ഭക്ഷിപ്പിച്ചതാണ്, അല്ലാഹു അവനെ കുടിപ്പിച്ചതാണ്. കാരണം മറവിയോ അബദ്ധമോ ആണ് അവനിൽ നിന്നുണ്ടായത്.
വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ വചനങ്ങൾ, ആമന റസൂൽ എന്ന് തുടങ്ങുന്ന വചനങ്ങളിൽ റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, ഞങ്ങളുടെ നാഥ റബ്ബേ, ഞങ്ങൾക്ക് മറവി പിഴയുകയോ അബദ്ധം പറ്റുകയോ ചെയ്താൽ അതിന്റെ പേരിൽ നീ ഞങ്ങൾ പിടികൂടരുത് എന്നാണ് അള്ളാഹു ഉത്തരമേകിയ പ്രാർത്ഥനയാണത്. അള്ളാഹു താല പറഞ്ഞു നോക്കണേ, അത് ഞാൻ അങ്ങനെ തന്നെ സ്വീകരിക്കുന്നു, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നാണ്. ഈ ഉമ്മത്തിന് മുഴുവൻ കിട്ടിയ പ്രാർത്ഥന ഉത്തരം ലഭിച്ചതിൽ ഒന്നാണ്. ഈ സമുദായത്തിൽ ആർക്ക് മറവി പറ്റിക്കൊണ്ട് തെറ്റിലേർപ്പെട്ടാലും അബദ്ധം പിണഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്താലും അവർക്ക് മാപ്പാണ്. എല്ലാവർക്കും ഉത്തരം കിട്ടിയത് ആമന റസൂൽ എന്ന ആ 2 വചനങ്ങളിലെ പ്രാർത്ഥന ഉമ്മത്തിന് മുഴുവൻ ഉത്തരം കിട്ടിയതുമായ സഹോദരങ്ങൾ. അതുപോലെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുക, അഹ്കാം ഇത് ആവർത്തിച്ച് പറയേണ്ട വിഷയങ്ങളായതുകൊണ്ടാണ് നോമ്പ് നിഷ്ഫലമാക്കുന്ന കാര്യം. അങ്ങനെ സംഭവിച്ചാൽ ആ വ്യക്തിക്ക് 5 കാര്യങ്ങൾ അതിനെ തുടർന്നുണ്ടാകും. 1, അന്നത്തെ നോമ്പ്, റമദാനിന്റെ പകലിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിലൂടെ അയാളുടെ നോമ്പ് നിഷ്ഫലമാകുക. 2, അയാൾ ശേഷിക്കുന്ന സൂര്യാസ്തമനം വരെ നോമ്പ് നഷ്ടപ്പെട്ടുവെങ്കിലും നോമ്പുകാരന്റെ കോലം തുടരണം. പിന്നെ വെള്ളം കുടിക്കുവാനോ ഭക്ഷിക്കുവാനോ അയാൾക്ക് പാടുള്ളതല്ല. 3, അയാൾ ആ നഷ്ടപ്പെട്ട അന്നത്തെ ദിവസത്തിന് പകരമായി റമദാനിന് ശേഷം ഒരു ദിനം അള്ളാഹു കിട്ടേണ്ടതുണ്ട്. 4, അയാൾ ആത്മാർത്ഥമായി തൗബ ചെയ്യണം, പശ്ചാത്തപിക്കണം. വൻ കുറ്റമാണത്, വലിയ ദോഷമാണ്. 5, ഈ ഒരു തെറ്റിൽ ഏർപ്പെട്ടതുകൊണ്ട് അയാൾ കഫാറത്ത് കൊടുക്കണം, പ്രായശ്ചിത്തം വേണം. ആ പ്രായശ്ചിത്തം പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു അടിമയെ മോചിപ്പിക്കുകയോ അതിന് സാധ്യമല്ലാത്തവർക്ക്, നമുക്കിപ്പോൾ സാധ്യമല്ല, പിന്നെ 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കണമെന്നാണ് കൽപ്പന. അതിനും സാധിക്കാത്ത ആളുകൾക്ക് 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ് പ്രായശ്ചിത്തം. ഇതേ രീതിയിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് റമദാനിന്റെ പകലിൽ സ്വയംഭോഗത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. ചെറുപ്പക്കാരായ പല ആളുകൾ അബദ്ധവശാൽ എന്നല്ല, അത് റമദാൻ അല്ലാത്ത സന്ദർഭങ്ങളിൽ ഈ തെറ്റ് ശീലിച്ചതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്കത് മാറ്റി നിർത്തുവാൻ സാധിക്കുന്നില്ല. റമദാനിന്റെ പകലിൽ പോലും അത് സംഭവിക്കുന്നു. വലിയ കുറ്റമാണ്. റമദാൻ അല്ലാത്തപ്പോൾ പോലും അത് പാപമാണ്. വിവാഹബന്ധത്തിലൂടെ അടിമ സ്ത്രീകളെ ഇണകളായി സ്വീകരിക്കുന്ന, അതല്ലാത്ത മാർഗത്തിലൂടെ ലൈംഗിക തൃഷ്ണ ശമിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് അവർ അതിരുവിട്ടവർ എന്നാണ്. അത് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഭക്ഷണപാനീയങ്ങൾ കൊണ്ട് നോമ്പ് മുറിക്കുന്നത് പോലും കുറ്റമാണെങ്കിൽ ഒരു നിഷിദ്ധം കൊണ്ട് നോമ്പ് മുറിക്കുന്നതിന്റെ അവസ്ഥ എന്തായിരിക്കും? അത് ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ടതുണ്ട്. പല തുകുതിരു അമാലക്കും, നിങ്ങളുടെ സൽക്കർമ്മങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുത് എന്ന അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടല്ലോ. അതേസമയം ഒരു മനുഷ്യന് സ്വപ്നസ്ഖലനം ഉണ്ടായാൽ ഉറക്കത്തിൽ സംഭവിക്കുന്നതാണത്. അത് നിമിത്തം നോമ്പ് മുറിയുകയുമില്ല. കാരണം ഉറക്കം എന്നുള്ളത് അവന്റെ കയ്യിലല്ല. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതി ലം തമുത് ഫീ മനാമിഹാ. അല്ലാഹുവാണ് മരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ശരീരത്തിന്റെ റൂഹിനെ പിടിച്ചു വെക്കുന്നത്. അല്ലാഹു പിടിച്ചു വെച്ചതാണ്. അവൻ അറിയാതെ അവൻ സ്വപ്നത്തിൽ ദർശിച്ച ചില കാര്യങ്ങളാൽ അവന് ഉണ്ടായതാണ് സ്വപ്നസ്ഖലനം. അതിന്റെ പേരിൽ നോമ്പ് നിഷ്ഫലമാവുകയില്ല എന്നതാണ്. അതുപോലെ തന്നെ നോമ്പിന് മുറിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാം. ഛർദ്ദിക്കുക എന്നുള്ളത്. ഛർദ്ദിക്കുക, ഒരാൾ മനഃപൂർവ്വം ഛർദ്ദി ഉണ്ടാക്കിയാൽ അയാളുടെ നോമ്പ് നിഷ്ഫലമാകും. അതേസമയം ഒരാൾക്ക് സ്വാഭാവികമായി ഛർദ്ദിക്കാൻ അയാൾക്ക് തോന്നി ഛർദ്ദി ഉണ്ടായില്ലെങ്കിൽ അത് മുറിയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദറഅഹു ഖൈബുൻ വഹുവ സായിമുൻ ഫലാ ഖദാഅ അലൈഹി. ആർക്കെങ്കിലും ഛർദ്ദി ഉണ്ടായാൽ അവൻ നോമ്പുകാരനായിരിക്കെ നോമ്പ് ഖളാ വീട്ടേണ്ടതില്ല, നോമ്പ് ശരിയാണ്. ഫമൻ ഇസ്തഖാഅ ഫലിയഖ്ദി. ആരെങ്കിലും കരുതി കൂട്ടി ഛർദ്ദി ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്താൽ, കൈ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയോ ഛർദ്ദി ഉണ്ടാക്കുന്ന എന്തെങ്കിലും മണക്കുകയോ അത് ചെയ്തു കഴിഞ്ഞാൽ ഛർദ്ദി ഉണ്ടാകുമെന്നറിയാം. അങ്ങനെ ചെയ്യുമ്പോൾ അയാളുടെ നോമ്പ് നിഷ്ഫലമായി തീരുന്നു. അയാൾ പകരം ഖളാ വീട്ടുന്നതാണ്, അത് കുറ്റമാണ്. അതുപോലെ നോമ്പുകാരിയായി തുടരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആർത്തവരക്തമോ പ്രസവരക്തമോ ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നത്തെ നോമ്പ് നിഷ്ഫലമാണ്. പകരം നഷ്ടപ്പെട്ട നോമ്പ് പകരമായി റമദാനിന് ശേഷം പിടിച്ചു വിടും. അതുപോലെ തന്നെ ഹിജാമ ചെയ്യുക എന്നുള്ളത് പ്രമാണങ്ങൾ വന്ന കാര്യങ്ങളാണ്. ഹിജാമ ചെയ്യുക എന്നുള്ളത് നോമ്പിനെ നിഷ്ഫലമാണ്. കാരണം ശരീരത്തിൽ നിന്ന് ധാരാളം രക്തം വാർന്നു പോവുക എന്നുള്ളത്, ഒരാൾ സ്വന്തം ഇച്ഛയോടുകൂടി അയാളുടെ അറിവോടുകൂടി ശരീരത്തിൽ നിന്ന് രക്തം ധാരാളമായി ഒഴുകുന്നത് നോമ്പ് നിഷ്ഫലമാകാൻ കാരണമായി. ഈ ഒരു അവസരത്തിൽ തന്നെ നമ്മുടെ ആധുനിക പശ്ചാത്തലത്തിൽ നമ്മൾ സ്ഥിരീകരിക്കേണ്ട നോമ്പ് മുറിയും എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഒന്ന്, വൃക്കരോഗികളായ ആളുകൾ, അവർ കിഡ്നി ഡയാലിസിസ് ചെയ്യുന്നവരാണെങ്കിൽ അതുകൊണ്ട് അവരുടെ നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ്.
അവർക്ക് ആരോഗ്യം തിരിച്ചു കിട്ടിയാൽ അവർ റമദാനിന് ശേഷം ഖദാ വീട്ടണം. നിത്യരോഗികളായി തുടരുകയാണെങ്കിൽ, അവർക്ക് ശമനം പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ അവർ അവർ ഫിദ്യയാണ് നൽകേണ്ടത്. നഷ്ടപ്പെട്ട ഒരു നോമ്പിന് പകരമായി ഒരു സാധുവിനുള്ള ഭക്ഷണം നൽകണമെന്നാണ്. അത് ഭക്ഷണമായിട്ടോ അല്ലെങ്കിൽ നിസ്ഫു സ്വാദ് എന്ന അളവിൽ 1 കിലോയും 1.5 കിലോയ്ക്ക് ഇടയിൽ ധാന്യം അയാൾ നൽകിയാലും മതിയാകും എന്നതാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. മറ്റൊന്നാണ് പുകവലി എന്നുള്ളത്. പുകവലി ഹറാമാണ്. അത് റമദാനിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ. റമദാനിന്റെ പകലിലാണെങ്കിൽ അയാളുടെ നോമ്പ് കൂടി നിഷ്ഫലമാകും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹറാമ് കൊണ്ട് നോമ്പിനെ നിഷ്ഫലമാക്കൽ അതീവ ഗുരുതരമാണ്. ഒരു മുസ്ലിമിന് ഫർദാക്കി അല്ലാഹു തആല നിർബന്ധമാക്കിയ ഒരു ഇബാദത്ത് ഒരു നൈമിഷികമായ സുഖത്തിന് സ്വന്തം ശരീരത്തെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആരോഗ്യപരമായ ദോഷങ്ങൾ വരുത്തുന്ന പുകവലിയിലൂടെ നോമ്പിനെ നിഷ്ഫലമാക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വലിയൊരു അബദ്ധമാണ്. അത് ഒരിക്കലും ഒരു മുസ്ലിമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടുന്നതല്ല. മൂന്നാമതായി രക്തദാനം എന്നത്. രക്തദാനം രക്തം സ്വീകരിക്കുന്നത് പോലെ തന്നെയാണ് നോമ്പ് മുറിയും എന്നതാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ നോമ്പ് മുറിച്ചതിന് ശേഷം രാത്രി കാലങ്ങളിലാകാവുന്നതാണ്. ഇനി അടിയന്തരമായി ഉറ്റവർക്കോ ബന്ധുക്കൾക്കോ നമ്മൾ രക്തം കൊടുത്തില്ല എങ്കിൽ, രക്തം കൊടുക്കണം എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അയാൾക്ക് നോമ്പ് മുറിച്ചുകൊണ്ട് രക്തം നൽകാം. ആ നഷ്ടപ്പെട്ട നോമ്പ് പകരമായി മറ്റൊരു ദിവസം തവാവ് കിട്ടണം. കാരണം ഒരു ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി അയാൾ അത് ചെയ്യുന്നത് ശർഈയായി തെറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ രക്തപരിശോധന നടത്താൻ വേണ്ടി, അത് അല്പം രക്തമാണെങ്കിൽ രക്തപരിശോധനയ്ക്ക് വേണ്ടി ഒരല്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നതാണെങ്കിൽ നോമ്പ് മുറിയുന്നതല്ല എന്നതാണ്. കാരണം രക്തം ധാരാളമായി ശരീരത്തിൽ നിന്ന് വാർന്നു പോകുക എന്നതാണ് നോമ്പ് മുറിയാനുള്ള കാരണമായി പറയുന്നത്. നമ്മൾ നമ്മുടെ അറിവോടുകൂടി രക്തം ധാരാളം എടുക്കുന്നത് ഹിജാബയും രക്തദാനവും പോലെ അത് നോമ്പ് മുറിയുവാൻ കാരണമാകും. അതേസമയം ഒരല്പം രക്തം അത് നമ്മൾ രക്തപരിശോധനയ്ക്ക് അയക്കുന്നതിന് വേണ്ടി എടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ്. അതുപോലെ തന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പെട്ടതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ മൂക്കിൽ ഒഴിക്കുന്ന തുള്ളി മരുന്നുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ച ഉപദേശങ്ങൾക്കാണ് വബാലിഗ് ഫിൽ ഇസ്തിൻഷാഖ്. wudu എടുക്കുമ്പോൾ നീ നന്നായി മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. ഇല്ല തകൂന സ്വാഇമൻ, നീ നോമ്പുകാരനാണെങ്കിൽ ഒഴികെ. ഈ നോമ്പുകാരനാണെങ്കിൽ മൂക്കിൽ നന്നായി വെള്ളം കയറ്റരുത്. നോമ്പുകാരനല്ലെങ്കിൽ മൂക്കിൽ നന്നായി വെള്ളം കയറ്റി ചീറ്റൽ സുന്നത്താണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ചിലർ നോമ്പുകാരായിരിക്കും മൂക്കിൽ വെള്ളം ധാരാളമായി വലിച്ചു കയറ്റുന്ന രീതിയുണ്ട്. അത് ശരിയല്ല. ഉള്ളിലേക്ക് വെള്ളം എത്താനും നോമ്പ് നിഷ്ഫലമാകാനും കാരണമാണ്. മറ്റു ചിലരാകട്ടെ ഉള്ളിലേക്ക് വെള്ളം കടക്കുമെന്ന തെറ്റിദ്ധാരണയിൽ മൂക്കിലേക്ക് വെള്ളം കയറ്റുക എന്ന ഫർദ് ചെയ്യാതെ wudu എടുക്കുന്ന രീതിയുമുണ്ട്. അതും സൂക്ഷിക്കേണ്ടതാണ്. അവരുടെ wudu ശരിയാവുകയില്ല. കാരണം മൂക്ക് എന്നുള്ളത് അല്ലാഹു തആല പറഞ്ഞു ഫഗ്സിലു വുജൂഹക്കും, നിങ്ങൾ wudu എടുക്കുമ്പോൾ മുഖം കഴുകണം എന്നാണ്. മുഖം കഴുകാതെ wudu ശരിയാകില്ല. wudu ഇല്ലാതെ നിസ്കാരവും ശരിയാകില്ല. എങ്കിൽ മുഖത്തിന്റെ ഭാഗമാണ് മൂക്ക്. മൂക്കിന്റെ അകത്ത് അതിന്റെ ദ്വാരത്തിനുള്ളിൽ ഒരല്പമെങ്കിലും വെള്ളം നനയേണ്ടതുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില നോമ്പുകാരായതുകൊണ്ട് മൂക്കിലേക്ക് വെള്ളം കയറ്റാതെ വിടുന്ന രീതിയുണ്ട്. അത് അമിതമായി ഉള്ളിലേക്ക് വലിക്കാതിരുന്നാൽ നമ്മൾ മതിയാകും. അതേസമയം വെള്ളം നമ്മൾ മൂക്കിൽ തട്ടുവാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് മൂക്കിൽ ഒഴിക്കുന്ന തുള്ളി മരുന്നുകളെ കുറിച്ച് നാം പറയുന്നത്. അത് മൂക്കിന്റെ ബാഹ്യമായ ഭാഗത്ത് മാത്രം ശേഷിക്കുന്നതാണെങ്കിൽ നോമ്പ് മുറിയില്ല. അതേസമയം അത് ഉള്ളിലേക്ക് എത്തുകയും അതിന്റെ രുചി നമ്മുടെ തൊണ്ടയിൽ അനുഭവപ്പെടുകയും ചെയ്താൽ പണ്ഡിതന്മാർ പറയുന്നു അയാളുടെ നോമ്പ് നിഷ്ഫലമായി തീരും എന്നാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ പരമാവധി നോമ്പ് മുറിച്ചതിനു ശേഷം രാത്രി കാലങ്ങളിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമ്പുകാരന് പ്രശ്നമില്ലാത്ത ചില കാര്യങ്ങൾ. ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും അതൊക്കെ നോമ്പിനെ ബാധിക്കുന്ന കാര്യങ്ങളാണോ. എന്നാൽ പ്രശ്നമില്ലാത്ത ചില കാര്യങ്ങളാണ് എയർ ഡ്രോപ്സും ഐ ഡ്രോപ്സും ഒന്നും. കാരണം കണ്ണും ചെവിയും എന്നുള്ളത് ഒരിക്കലും ഭക്ഷ്യവസ്തുക്കൾ പ്രവേശിപ്പിക്കാനുള്ള മനുഷ്യന്റെ അവയവങ്ങളല്ല. എന്നാൽ മൂക്കിനെ സംബന്ധിച്ചിടത്തോളം ഹദീസിൽ പ്രത്യേകം പറഞ്ഞു എന്നല്ല, ചില ആളുകളെങ്കിലും വായിലൂടെ ഭക്ഷണം നൽകാൻ കഴിയാത്തപ്പോൾ മൂക്കിലൂടെ ഭക്ഷണം നൽകാറുണ്ട്. അത് നോമ്പ് മുറിയുന്ന അവയവങ്ങളിലാണ് മൂക്കിനെ കൂടി എണ്ണിയിട്ടുള്ളത്. അതേസമയം ചെവിയും കണ്ണും എന്നുള്ളത് അതിൽ തുള്ളി മരുന്നുകൾ ഒഴിക്കുന്നത് കൊണ്ടോ ചികിത്സ നടത്തുന്നത് കൊണ്ടോ നോമ്പുകാരന്റെ നോമ്പിനെ നിഷ്ഫലമാക്കുന്ന കാര്യമല്ല. അത് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. രണ്ടാമതായി ഷുഗർ രോഗികൾ ആയിട്ടുള്ള ആളുകൾ അവരെടുക്കുന്ന ഇൻസുലിൻ, അവരുടെ ഷുഗറിന്റെ അളവ് അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി നോമ്പിന്റെ പകലിൽ അത് എടുക്കുന്നതിൽ അവർക്ക് തെറ്റില്ല. പരമാവധി കഴിയുമെങ്കിൽ ഇഫ്താറിന് ശേഷം സൂര്യാസ്തമന ശേഷം രാത്രികാലങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ആകാം. എന്നാൽ നിർബന്ധിത സാഹചര്യം ഉണ്ടെങ്കിൽ അതിനും തകരാറില്ല എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കാറുള്ളത്. കാരണം അയാളുടെ വുദൂഇനെ ബാധിക്കുന്നതൊന്നും അയാളുടെ നോമ്പിനെ ബാധിക്കുന്നതൊന്നും അതിലില്ല. അതുപോലെ തന്നെ മൂന്നാമതായി ഹൃദയരോഗികൾ, ഹൃദയത്തിന്
ഹൃദ്രോഗമുള്ള ആളുകൾ ചില ഉപയോഗിക്കുന്ന ടാബ്ലറ്റ്സുകളുണ്ട്. അവർ നാവിനടിയിൽ വെക്കും. അത് ഉള്ളിലേക്ക് ഇറക്കാതെ അരിച്ചിറക്കുന്നതാണ്. അവിടെ ഹൃദയത്തിന്റെ പ്രശ്നം കാരണം ചില ചികിത്സയിൽ അങ്ങനെയുണ്ട്. അങ്ങനെ വെക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ നോമ്പിനെ അത് ബാധിക്കുന്നതല്ല. ഉള്ളിലേക്ക് ആ ഗുളികയും അതിന്റെ വസ്തുവും നീരും ഉള്ളിലേക്ക് ഇറക്കാതെ അയാൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഓക്സിജൻ എടുക്കേണ്ടി വന്നാൽ അവർക്കും ഓക്സിജൻ എടുക്കുന്നത് കൊണ്ട് തെറ്റില്ല. കാരണം നമ്മൾ അള്ളാഹു നൽകിയ വായു ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. അത് നോമ്പ് മുറിയുന്ന കാര്യമല്ലല്ലോ. അതേ സ്ഥാനത്താണ് ഓക്സിജൻ ഒരാൾ ഉള്ളിലേക്ക് എടുക്കുന്നതും അയാൾക്ക് അത് ആവശ്യമായി വന്നാൽ അത് പ്രശ്നമില്ല. അതുപോലെ അഞ്ചാമതായി ആസ്മ രോഗികൾ ഉപയോഗിക്കുന്ന ഇൻഹേലറുകൾ, അത് കേവലം വായു മാത്രമാണ്. അവരുടെ ശ്വാസ തടസ്സം കാരണം, അവർക്ക് ശ്വാസം വലിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് കാരണം ഉള്ളിലേക്ക് ഉപയോഗിക്കുന്നത്. അതിനെ സംബന്ധിച്ചും അത് പ്രശ്നമില്ല, തകരാറില്ലാത്തതാണ്. എന്നാൽ അതേസമയം റമദാനിന്റെ പകലിൽ വെള്ളത്തിന്റെ നീരാവി പിടിക്കുന്നതും അതിൽ മരുന്ന് ചേർത്ത് നീരാവി പിടിക്കുന്നതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അത് പണ്ഡിതന്മാർ പ്രത്യേകം സൂചിപ്പിക്കാറുണ്ട്. കാരണം വെള്ളത്തിന്റെ ആവി എന്നുള്ളത് അത് ജലകണികകളാണ്, അത് ജലാംശമാണ്. അത് നീരാവിയായി വരുമ്പോഴും അത് ഉള്ളിലേക്ക് ജലകണികകളായി തന്നെ ഉള്ളിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അത് നിമിത്തം അയാളുടെ നോമ്പിനെ നിഷ്ഫലമാക്കാനും ഇടയുണ്ട്. അതുകൊണ്ട് അതും കഴിയുന്നതുപോലെ നമ്മൾ രാത്രി കാലങ്ങളിൽ ആവി പിടിക്കുന്ന രീതി ശീലിക്കുക. മറ്റൊന്ന്, ആറാമതായി പല്ലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പലരും ചോദിക്കാറുള്ള പലരുടെയും സംശയങ്ങളാണ്. അത് പല്ലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നോമ്പുകാരന് പല്ല് എടുക്കുന്നതിൽ പ്രശ്നമില്ല, തകരാറില്ല. അതിൽ അല്പം രക്തമാണ് സാധാരണഗതിയിൽ വരിക. അതുകൊണ്ട് തന്നെ പല്ലെടുക്കുന്നത് കൊണ്ടും നോമ്പ് മുറിയുന്നതല്ല എന്നും നമ്മൾ മനസ്സിലാക്കുക. അതേസമയം ചെവിയിലൂടെ, മൂക്കിലൂടെ, മുൻപിൻ ദ്വാരങ്ങളിലൂടെ രക്തം വരുന്നതെങ്കിൽ അതും അയാളുടെ ഉദ്ദേശപൂർവ്വമല്ലാത്തത് കൊണ്ട് അവരുടെ നോമ്പിനെയും അത് ബാധിക്കുന്നതല്ല. രക്തവാർച്ച ശരീരത്തിലൂടെ കരുതിക്കൂട്ടി അല്ലാതെയുള്ള രക്തവാർച്ച, ഒരാൾ കരുതിക്കൂട്ടി രക്തം എടുക്കുമ്പോഴാണ്, ഹിജാമ പോലെ അല്ലെങ്കിൽ രക്തദാനം പോലെ നിർവഹിക്കുമ്പോഴാണ് അയാളുടെ നോമ്പിനെ അത് ബാധിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലും നമുക്ക് ആശങ്ക ഉണ്ടാകേണ്ടതില്ല. ഏഴാമതായി, മുൻപിൻ ദ്വാരങ്ങളിലൂടെ ചിലർ ചികിത്സയ്ക്ക് വേണ്ടി മരുന്ന് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും പരിശോധനയ്ക്ക് വേണ്ടി ഉപകരണങ്ങൾ, ആധുനിക ചികിത്സാ ഉപകരണങ്ങൾ പ്രവേശിപ്പിക്കാറുണ്ട്. അതൊന്നും നോമ്പിനെ മുറിക്കുന്ന കാര്യങ്ങളല്ല. എട്ടാമതായി, ബ്രഷും ടൂത്ത് പേസ്റ്റും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പല്ല് തേക്കുന്നത്, അതും നോമ്പുകാരന്റെ നോമ്പിനെ നിഷ്ഫലമാക്കുകയില്ല, നമ്മൾ തുപ്പിക്കളയുകയാണ്. എങ്കിലും ടൂത്ത് പേസ്റ്റിൽ അമിതമായ വാസനയും അതിന്റെ വീര്യവും കൂടിയത് കൊണ്ട് തന്നെ പരമാവധി നോമ്പിന്റെ പകൽ സമയങ്ങളിൽ നമ്മൾ നോമ്പുകാരായിരിക്കെ ഒഴിവാക്കുക തന്നെയാണ് അഭികാമ്യം. അതേസമയം നമുക്ക് അറാക്കിന്റെ അല്ലെങ്കിൽ കേവലം ബ്രഷ് കൊണ്ട് മാത്രം ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാതെ നമുക്ക് പല്ല് തേക്കാം. അത് സുന്നത്താണ്, പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒമ്പതാമതായി ഭക്ഷണം രുചിച്ചു നോക്കുന്നത്. ഭക്ഷണം നമുക്ക് പാചകക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിന്റെ ഉപ്പും എരിവും പുളിവും മധുരവും ഒക്കെ അറിയുന്നതിന് വേണ്ടി ഭക്ഷണം രുചിച്ചു നോക്കേണ്ടി വരും. അത് രുചിച്ചു നോക്കുന്നത് തെറ്റില്ല, ഉള്ളിലേക്ക് ഇറങ്ങാതെ നോക്കിയാൽ മതി. എന്നാൽ ഒരാൾ രുചിച്ചു നോക്കാൻ വേണ്ടി അത് നാവിലേക്ക് എടുക്കുകയും അറിയാതെ ഉള്ളിലേക്ക് പോവുകയും ചെയ്താൽ അവരുടെ നോമ്പും നിഷ്ഫലമാക്കുക. കാരണം അവർ ഉള്ളിലേക്ക് ഇറക്കണം എന്ന ഉദ്ദേശത്തിലല്ല അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവർക്കും ആ വിഷയത്തിൽ ആശങ്ക ഉണ്ടാകേണ്ടതില്ല. പത്താമതായി, കഫം വിഴുങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് പലരും ഇതിനുപോലെ സംശയം പ്രകടിപ്പിക്കാറുണ്ട്. നോമ്പ് മുറിഞ്ഞു പോകുമോ ഇല്ലയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഫം വിഴുങ്ങുന്നത് നോമ്പുകാരനാണെങ്കിലും അല്ലെങ്കിലും കഫം വിഴുങ്ങൽ കറാഹത്തുള്ള വിഷയമായിട്ടാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കാറുള്ളത്. അത് മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവമാണ്. തുപ്പിക്കളയുകയാണ് വേണ്ടത് കഫം വായിലേക്ക് വന്നു കഴിഞ്ഞാൽ. അതേസമയം അത് വിഴുങ്ങുന്നത് കൊണ്ട് കഫം എന്നുള്ളത് ഭക്ഷണമോ അത് പാനീയമോ അല്ല, ആ അർത്ഥത്തിലുള്ളതല്ല. അതുകൊണ്ട് തന്നെ അത് നോമ്പിനെ നിഷ്ഫലമാക്കുകയില്ല. എന്നാൽ ചില പണ്ഡിതന്മാർ വായിലേക്ക് ചുണ്ടിലേക്ക് എടുക്കുകയും തിരിച്ചയാൾ വിഴുങ്ങുകയും ചെയ്താൽ അപ്പോൾ അയാളുടെ നോമ്പിനെ മുറിക്കാൻ ഇടയുണ്ട്. അത് സൂക്ഷിക്കേണ്ട വിഷയമാണ്. തുപ്പിക്കളയുകയാണ് വേണ്ടത്. എന്നാൽ നിസ്കാരത്തിലും മറ്റും പള്ളിയിലാകുമ്പോൾ തുപ്പുവാനുള്ള സൗകര്യം ഉണ്ടാകില്ല. അതൊരു ആവശ്യ സന്ദർഭമാണ്. ആവശ്യ സന്ദർഭങ്ങളിൽ ചില കറാഹത്തായ കാര്യങ്ങൾ മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് അയാൾക്ക് ദോഷമല്ല എന്നാണ് പൊതുവിൽ പണ്ഡിത ലോകം വിലയിരുത്താറുള്ളത്. അത്തരം സന്ദർഭങ്ങളിൽ ഉള്ളിലേക്ക് ഇറക്കുന്നുവെങ്കിൽ ഇറക്കാം, തെറ്റുള്ളതല്ല. നോമ്പ് മുറിയുന്നതല്ല, നിസ്കാരവും മുറിയുന്നതല്ല. കാരണം നിസ്കാരത്തിലും ഭക്ഷിക്കുവാനും കുടിക്കാനും പാടുള്ളതല്ല. അത് നോമ്പുകാരന് മാത്രം. കഫം ഇറക്കൽ നോമ്പ് മുറിയുന്ന കാര്യമാണെങ്കിൽ അത് നിസ്കാരവും മുറിയേണ്ട കാര്യമായിരുന്നു. കാരണം നിസ്കാരത്തിലും തിന്നുക കുടിക്കുക എന്നുള്ളത് വിലക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ബാങ്ക് വിളി കേൾക്കവേ ഭക്ഷിക്കുന്നതും കുടിക്കുന്നതും. നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിൽ ബാങ്ക് വളരെ നേരത്തെ കൊടുക്കുന്നതാണ് അധിക പള്ളികളുടെയും ഒരു രീതിയിലുള്ളത്. സൂക്ഷ്മതയുടെ ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 5-6 മിനിറ്റ് ഫജ്ർ കൃത്യമായി അടയാളപ്പെടുത്തുന്നതിന്റെ മുമ്പ് തന്നെ ബാങ്ക് കൊടുക്കുന്ന രീതിയുണ്ട്. ആ ബാങ്കാണെങ്കിൽ നമ്മൾ പരിഗണിക്കേണ്ടതില്ല, നമുക്ക് കുടിക്കാം, ഭക്ഷിക്കാവുന്നതാണ്, അതിൽ തെറ്റില്ല. എന്നാൽ കൃത്യസമയത്ത് ബാങ്ക് വിളിക്കുന്ന പള്ളിയാണെങ്കിൽ അല്ലെങ്കിൽ സമയമായിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പായിട്ടുണ്ടെങ്കിൽ
പിന്നെ തിന്നുന്നതും കുടിക്കുന്നതും ശരിയല്ല. അതേസമയം ചില ആളുകൾക്ക് ഭക്ഷിച്ചുകൊണ്ടിരിക്കവേ അല്ലെങ്കിൽ അയാൾ കുടിച്ചുകൊണ്ടിരിക്കവേ ബാങ്ക് കേട്ടു. അത്തരം ആളുകൾക്ക് ആവശ്യമെങ്കിൽ ഇറക്കാമെന്ന് അറിയിക്കുന്ന ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. എങ്കിലും സൂക്ഷ്മത എന്നുള്ളത് അയാൾക്ക് ആവശ്യമില്ലെങ്കിൽ അത് ഒഴിവാക്കലാണ്. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം 12ാമതായി ജനാബത്തോടു കൂടി നേരം പുലരുന്നതിൽ തെറ്റില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്തുകാരനായിരിക്കെ രാത്രികാലത്തുണ്ടായ ജനാബത്ത് ഫജ്ർ ബാങ്ക് വിളിച്ചതിന് ശേഷം ശുദ്ധിയാകുന്നതിന് മുമ്പ് തന്നെ ജനാബത്തുകാരനായി നേരം പുലരാറുണ്ടായിരുന്നു. കുളിക്കുന്നത് ബാങ്ക് വിളിച്ചതിന് ശേഷമായതുകൊണ്ട് തെറ്റില്ല. അതുപോലെ ആർത്തവകാരികൾ ഫജ്ർ ബാങ്കിന് മുമ്പ് ആർത്തവം നിലച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അന്നത്തെ നോമ്പ് കിട്ടും. ബാങ്ക് വിളിച്ചതിന് ശേഷം കുളിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. കുളിക്കുന്നതല്ല ശുദ്ധിയാകുന്നതിന്റെ അടിസ്ഥാനം, ആർത്തവം നിലയ്ക്കുക എന്നുള്ളതാണ്. എന്നാൽ മറ്റു ആരാധനകളിൽ ഏർപ്പെടാൻ കുളിക്കൽ നിർബന്ധമാണ് താനും. എന്നാൽ നോമ്പ് സ്വഹീഹാകുവാൻ സ്വീകാര്യമാകുവാൻ കുളിക്കേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സമയമായാൽ നോമ്പ് മുറിക്കുക. സമയമായാൽ നമ്മൾ നോമ്പ് മുറിക്കുക. പല ആളുകളും ബാങ്ക് കേട്ടാൽ തന്നെ നോമ്പ് മുറിക്കുള്ളൂ. അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. കൃത്യമായി ബാങ്ക് വിളിക്കുന്നതാണെങ്കിൽ ബാങ്ക് നമുക്ക് പരിഗണിക്കാം. ഇന്ന് പല പള്ളികളിലും സൂക്ഷ്മതയുടെ പേരിൽ 5-6 മിനിറ്റ് അത്താഴത്തിന്റെ വിഷയം പറഞ്ഞതുപോലെ തന്നെ വൈകി ബാങ്ക് വിളിക്കുന്ന രീതിയുണ്ട്. നമുക്ക് സമയമായെന്ന് ഉറപ്പായാൽ നോമ്പ് മുറിക്കാം. സൂര്യാസ്തമനമാണ് അതിന്റെ മാനദണ്ഡം. അൽഹംദുലില്ലാഹ് നമ്മുടെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കലണ്ടറുകളിൽ കൃത്യമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാം. അതിന് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് മുറിക്കലും ഈത്തപ്പഴം അത്താഴത്തിൽ ഉപയോഗിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽപ്പെട്ടതാണ്. അവിടുന്ന് പറഞ്ഞു, ഒരു വിശ്വാസിയുടെ എത്ര നല്ല അത്താഴമാണ് ഈത്തപ്പഴം. അതുകൊണ്ട് ആ സുന്നത്ത് കൂടി നമ്മൾ എടുക്കുക. സുന്നത്ത് മനസ്സിൽ ഉദ്ദേശിക്കുക കൂടി ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവസാനമായി സ്ത്രീകൾ അവർ ആർത്തവകാരികളാകുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് നോമ്പും നിസ്കാരവുമാണ്. അതേസമയം മറ്റു ആരാധനകൾ അവർക്ക് അവിടെ നഷ്ടപ്പെടുന്നില്ല, നിലയ്ക്കുന്നില്ല. അതുകൊണ്ട് നോമ്പ് കാലത്താകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ വീട്ടു ജോലികളിൽ ഏർപ്പെടുമ്പോൾ തന്നെ അവർക്ക് 2 പ്രതിഫലങ്ങൾ വാങ്ങാം. ഒന്ന്, വീട്ടിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിന്റെ പ്രതിഫലം. 2, ആ സമയത്ത് ദിക്റും ദുആയും ഇസ്തിഗ്ഫാറും നടത്താം. അല്ലെങ്കിൽ അറിവിന്റെ ക്ലാസുകൾ അവർക്ക് കേൾക്കാം. ഇന്ന് നമുക്ക് ആധുനിക സംവിധാനങ്ങളുണ്ട്, മൊബൈൽ ഫോണുകളുണ്ട്, ഇന്റർനെറ്റ് സംവിധാനങ്ങളുണ്ട്. അതിലൂടെ വൈജ്ഞാനികമായ ക്ലാസുകൾ കേൾക്കാം. ഖുർആൻ പാരായണം നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. അതുപോലെ തന്നെ ആർത്തവകാരികളായിരിക്കുമ്പോൾ തന്നെ മുസ്ഹഫ് സ്പർശിക്കുന്നതിനാണ് വിലക്കുള്ളത്. അതേസമയം മുസ്ഹഫ് കയ്യിലെടുക്കാതെ അവർക്ക് മനപ്പാടമുള്ളത് പാരായണം ചെയ്യാം. അതുമല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാകും, അതുപോലുള്ള സംവിധാനങ്ങളുണ്ട്. അതിൽ വിശുദ്ധ ഖുർആനിന്റെ ആപ്ലിക്കേഷനുകൾ സ്വീകാര്യമായ രൂപത്തിൽ തന്നെ ചെയ്തു വെച്ചവയുണ്ടാകും. വിശുദ്ധ ഖുർആനാകുമ്പോൾ അത് സൂക്ഷ്മതയുണ്ടാകും. അത് നമുക്ക് മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് ഓതുന്നതിൽ വിലക്കില്ല എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. കാരണം മൊബൈൽ ഫോൺ എന്നുള്ളത് മുസ്ഹഫ് അല്ല. മുസ്ഹഫ് സ്പർശിക്കലാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിലക്കുള്ള കാര്യം. അതുകൊണ്ട് മൊബൈൽ ഫോൺ എടുത്ത് വെച്ചുകൊണ്ട് ഖുർആൻ ഓതാം. റമദാനിലെ ഇബാദത്തുകൾ കൊണ്ട്, നോമ്പും നിസ്കാരവും അല്ലാത്ത ഇബാദത്തുകൾ കൊണ്ട് അവർക്ക് സജീവമാക്കാം. അതുകൂടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാം നന്മകളിൽ മുന്നേറുവാൻ, അതിൽ മുമ്പന്മാരാകുവാൻ സാബിഖുൽ ഖൈറാത്ത് അല്ലാഹു തആല പറഞ്ഞവരിൽ മുൻപന്തിയിലെത്തുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. സഹോദരങ്ങളെ, റമദാൻ എല്ലാവിധ കുറ്റങ്ങളിൽ നിന്നും നമ്മൾ മുക്തമായിക്കൊണ്ട് വേണം ചെലവഴിക്കേണ്ടത് നമ്മുടെ സമയങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി വൽ ജഹൽ, ആരാണോ വേണ്ടാത്ത വ്യാജ വർത്തമാനങ്ങൾ, പ്രവർത്തനങ്ങൾ, വിവരക്കേടുകൾ അഥവാ ദീനിന് നിരക്കാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, വാക്കുകൾ, അത് ഉപേക്ഷിക്കാത്തത്, ഫലൈസ ലില്ലാഹി ഹാജ, അല്ലാഹുവിന് ആവശ്യമില്ല, ഫീ അയദ തഅമഹു വ ശറാബ, അവന്റെ അന്നപാനീയങ്ങൾ അവൻ ഒഴിവാക്കുന്നത് കൊണ്ട് അല്ലാഹുവിന് ആവശ്യമില്ല. അത്തരക്കാരുടെ നോമ്പായി രേഖപ്പെടുത്തും. പക്ഷെ പ്രതിഫലം നഷ്ടപ്പെടും എന്നത് നമ്മൾ മനസ്സിലാക്കണം. ധാരാളം സ്ഖലിതങ്ങൾ, തിന്മകൾ നോമ്പുകാരായിരിക്കുമെന്നാൽ പ്രത്യേകിച്ച് ഏറെ പ്രശ്നക്കാരൻ നമ്മുടെ നാവാണ്. അതുകൊണ്ട് സംസാരങ്ങളെ നിയന്ത്രിക്കാൻ, സംസാരത്തിൽ മര്യാദ പഠിക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടെ ഇരിക്കുന്ന തൻ്റെ സഹോദരനെ, സുഹൃത്തിനെ പരിഹസിക്കുക, ഇരട്ടപ്പേര് വിളിക്കുക, മനസ്സിനെ കുത്തുന്ന രൂപത്തിലുള്ള തമാശകൾ പറയുക. തമാശ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അതിനൊക്കെ മര്യാദകളുണ്ട്. അപരന്റെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന തമാശകളൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാനില്ല. പല ആളുകളും റമദാനിൽ ഇങ്ങനെ ചില സദസ്സുകളുണ്ടോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. വിനോദങ്ങൾ പറയുന്നതിൽ, തന്റെ അപരനെ വ്രണപ്പെടുത്തുന്നതിൽ, അല്ലെങ്കിൽ ഹാജരില്ലാത്ത ആളുകളെ മോശപ്പെടുത്തി സംസാരിക്കുന്നതിൽ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ആരാധനകൾ നമ്മിൽ നിന്നും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മറ്റൊന്ന്, റമദാനിൽ വരുന്ന ഒരു സ്ഖലിതമാണ് ഭക്ഷണത്തിന്റെ വിഷയത്തിലുള്ളത്. അത്
പാഴാക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകരുത്. അള്ളാഹു നമുക്ക് ഹലാലാക്കി തന്ന ഭക്ഷ്യ വിഭവങ്ങൾ അത് നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ളതാണ്, കൊണ്ട് വേസ്റ്റിൽ തട്ടാനുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വകുലു വശറബു, നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക കുടിച്ചുകൊള്ളുക, വലാ തുസ്രിഫു, എന്നാൽ ഇസ്രാഫ് പാടില്ല, അമിതമാകാൻ പാടില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, കാരണം അള്ളാഹു ദൂർത്തടിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. പലപ്പോഴും വീടുകളിൽ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കും, പക്ഷെ അത്രയും ഉപയോഗപ്പെടുത്തണമെന്നില്ല. പിന്നെ അത് എന്ത് ചെയ്യുമെന്നാകും ചിന്ത. ഈ ഉണ്ടാക്കിയതൊക്കെ എങ്ങനെ ആര് കഴിക്കും, അല്ലെങ്കിൽ ആർക്ക് കൊടുക്കും, എങ്ങനെ ഒഴിവാക്കുന്നതാണ് പല വീടുകളുടെയും സാഹചര്യം. അതൊരിക്കലും നമ്മുടെ വീട്ടിൽ ഉണ്ടാകരുത്. അതൊക്കെ ഒരു നിയന്ത്രണം ഭക്ഷണത്തിന്റെ വിഷയത്തിലൊക്കെ മോഹങ്ങളും താല്പര്യങ്ങളും കുറയ്ക്കാൻ കൂടിയാണ് റമദാൻ എന്നുള്ളത്. ഭൗതിക വസ്തുക്കൾ, ഭൗതികതയോട് വിരക്തി ഉണ്ടാകുന്നത് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനമാണ്. അത് ഇസ്ലാം പഠിപ്പിച്ചതാണ്, നബിമാരുടെയും സ്വാലിഹ്യങ്ങളുടെയും രീതിയാണ്. ഭൗതിക വസ്തുക്കൾ സ്വീകരിക്കുക, ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടതുപോലെ തന്നെ അതിനോടുള്ള പ്രേമം കുറയ്ക്കുക എന്നതും ഒരു മുസ്ലിമിന് ആവശ്യമാണ്. പണത്തോട്, ഭക്ഷണത്തോട്, വെള്ളത്തോട്, ലൈംഗികതയോട്, ഇതിനെല്ലാം നിയന്ത്രണം മനുഷ്യൻ ഏർപ്പെടുത്തിയതാണ് വിശുദ്ധ റമദാന്റെ മറ്റൊരു ഹിക്മത്ത് എന്നുള്ളത്. പക്ഷെ പല ആളുകളും അത് റമദാന്റെ പിന്നെ മുറിക്കുന്ന സമയമായി കഴിഞ്ഞാൽ അതിൽ പകലിനേക്കാൾ ഒരു അതിരുപെടുന്ന രീതിയാണുള്ളത്. അത് നമുക്ക് ഉണ്ടാകരുത്. ആത്മനിയന്ത്രണം എല്ലാത്തിനും ഉണ്ടാകണം. റമദാൻ എന്ന മഹത്തായ ഇബാദത്തുകൊണ്ട് ചിലരെങ്കിലും രോഗം സമ്പാദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അതുണ്ടാകരുത്. അമിത ഭോജനത്തിലൂടെ, കാരണം രാത്രികാലം കുറവാണ് നമുക്ക്. പകൽ മുഴുവൻ നോമ്പുകാരായിരുന്നു, രാത്രി കിട്ടുന്ന അല്പസമയത്തിനിടയിൽ പരമാവധി ഭക്ഷണം കയറ്റുക എന്നുള്ളത് അതൊരു മനുഷ്യന്റെ ശരീരത്തിന് താങ്ങാവുന്ന കാര്യമല്ല. പല രോഗങ്ങളും ഉണ്ടാക്കും. ഇത് പണ്ഡിതന്മാർ സൂചിപ്പിക്കാറുള്ളതാണ്. നോമ്പെന്ന ആരാധന കൊണ്ട് ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഏറ്റുവാങ്ങുന്ന സാഹചര്യം ഉണ്ടാകരുത്. മറ്റൊന്ന്, തുടക്കത്തിൽ ആവേശം പലർക്കും ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കണം, അതൊരിക്കലും ഉണ്ടാകരുത്. നമ്മൾ റമദാനിന്റെ ഒന്നിൽ എങ്ങനെയായിരുന്നോ അതുപോലെയല്ല, അവസാനത്തിൽ അതിനേക്കാളും ഉന്നതമായ ദർജയിൽ നമ്മൾ എത്തണം, ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ. പള്ളികൾ നിറയണം, അവസാനം വരെയും പള്ളികളിൽ നമ്മൾ ഉണ്ടാകണം, ജമാഅത്തുകൾ നമ്മൾ അവസാനം വരെയും ഉണ്ടാകണം. അതൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. തറാവീഹ് നിസ്കാരവും നമ്മൾ ശ്രദ്ധിക്കുക. തറാവീഹ് നിസ്കരിക്കുമ്പോൾ ചില ആളുകൾ വരുത്തുന്ന അവരുടെ സതുദ്ദേശം കൊണ്ടായിരിക്കാം ഇമാമിനോടൊപ്പം പൂർണ്ണമായി നിസ്കരിക്കാതെ വിത്തർ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരു രീതിയുണ്ട്. അവരുടെ ധാരണ എന്നുള്ളത് പിന്നെ അത്താഴത്തിന്റെ സമയം നിസ്കരിക്കൽ പ്രത്യേക പോലീശയുള്ളതാണല്ലോ. ശരിയാണ്, ആ സമയം പോലീശയുള്ളതാണ്. പക്ഷെ മറ്റൊരു നന്മ നഷ്ടപ്പെടുകയാണ്. ഇമാമിൽ നിന്ന് വിത്തർ നിസ്കരിക്കാതെ വീട്ടിൽ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ്, ഇമാമ നിസ്കാരത്തിൽ നിന്ന് പൂർണ്ണമായി വിരമിക്കുന്നത് വരെ, 11 റക്അത്ത് നിസ്കരിക്കുന്ന നമ്മുടെ പള്ളിയിൽ 11 റക്അത്തും നിസ്കരിച്ച് സലാം വീട്ടി പിരിയുന്നത് വരെ ഇമാമിനൊപ്പം ഒരാൾ തുടർന്നാൽ കുതിബ ലഹു ഖിയാമുൽ ലൈല, ആ രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം അയാൾക്ക് രേഖപ്പെടുത്തുമെന്ന് നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പൊ 8 റക്അത്ത് നിസ്കരിച്ച് വീട്ടിലേക്ക് പോയി 3 നിസ്കരിക്കുന്ന ആൾക്ക് ആ കൂലി കിട്ടും, കിട്ടൂല. അപ്പൊ ചില ആളുകൾക്ക്, നിഷ്കളങ്കരായ ആളുകൾക്ക് കൂടുതൽ നിസ്കരിക്കണമെന്നുണ്ടാകും. സഹോദരങ്ങളെ, കൂടുതൽ നിസ്കരിക്കുന്നതിൽ തെറ്റില്ല. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് 21 നിസ്കരിക്കാവും, 11 വഹാബികൾ കൊണ്ടുവന്നതാണ്, ഇതിൽ വെട്ടിച്ചുരുക്കിയതാണ് എന്ന നയം. നമ്മൾ അങ്ങനെയല്ല പറയാം. 11 റക്അത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധികവും നിസ്കരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്, അത് നമ്മൾ ഇഷ്ടപ്പെടും. എന്നാൽ അവിടെ നിന്ന് പറഞ്ഞു സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന, രാത്രി നിസ്കാരം ഈ 2 വീതമാണ്. എന്നാൽ ഫജ്ർ ആകുമെന്ന് ഭയന്നാൽ നീ വിത്തറാക്കുക എന്ന നബിയുടെ കൽപ്പനയെ നമുക്ക് കാണാം. അവിടെ എണ്ണം അവിടെ നിന്ന് നിശ്ചയിച്ചു തന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതിൽ അധികവും 11 ആയിരുന്നു എന്ന് കാണാം. കുറച്ച് നിസ്കരിച്ചിട്ടുണ്ട്, ചില സന്ദർഭങ്ങളിൽ 13 നിസ്കരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഹദീസുകൾ സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഒരാൾ 11 നിസ്കരിച്ച് വീട്ടിൽ പോകുന്ന ആൾക്ക് വീണ്ടും നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, അയാൾക്ക് 2 വെച്ച് നിസ്കരിക്കാം. പിന്നെ വിത്തറാക്കേണ്ടതില്ല, കാരണം ഇമാമിനൊപ്പം വിത്തറാക്കി. ഇനി അവസാനം രാത്രി നിസ്കാരത്തിന്റെ അവസാനം വിത്തറാക്കുക എന്നൊരു സുന്നത്തുണ്ട്, അത് കിട്ടണം. അവിടെയും സഹാബത്തിന്റെ മാതൃകയുണ്ട്. നബിതങ്ങളിൽ നിന്ന് നേരിട്ട് ഹദീസുകളും ഖുർആനിക വചനങ്ങളും കേട്ട സഹാബാക്കൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അവർ ചെയ്തെന്ന് പറഞ്ഞാൽ ഇമാമിനൊപ്പം നിസ്കരിച്ച് വിത്തർ അടക്കം പൂർത്തിയാക്കിയാൽ അവർ ഇമാമിനൊപ്പം നിസ്കരിച്ച വിത്തറിനെ ഇരട്ടയാക്കുന്നു. അത് വിത്തറല്ല, 2 ആക്കുന്നു എന്ന നിയ്യത്തിൽ പിന്നീട് ഒറ്റയ്ക്ക് പോയി റക്അത്തോട് നിസ്കരിക്കും. അപ്പൊ എത്രയും ആ വിത്തർ ഇരട്ടെ. ഇനി അവർ ഉദ്ദേശിക്കുന്നത് എത്രയോ 2 വീതം അവർ നിസ്കരിക്കും, അവസാനിപ്പിക്കുമ്പോൾ വീണ്ടും വിത്തറാക്കി നടത്തും. അതാ സുന്നത്തൂടി കിട്ടി. ഇമാമിനെ മുഴുവനായി പിന്തുടർന്ന പ്രതിഫലവും കിട്ടി. വിത്തർ അവസാനിപ്പിച്ചതിന്റെ ഈ അത്താഴ സമയത്താണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അതാണ് വേണ്ടത്. ഇമാമിൽ നിന്ന് നമ്മൾ പിന്തിരിയരുത്. അവസാനമായി സൂചിപ്പിക്കാനുള്ളത് മുഖവരി പോലുള്ള കാര്യങ്ങൾ. അത് നോമ്പ് കാലത്താണെങ്കിൽ നോമ്പ് മുറിയെന്ന് പറഞ്ഞു. പല ആളുകളും അത് ശീലിച്ച, ആ ഒരു തെറ്റ് ശീലിച്ച ആളുകൾ പിന്നെ ബാങ്ക് വിളിക്കുന്നത് കേൾക്കാൻ കാത്തിരിക്കും, അതുവരെ വലിക്കും. ബാങ്ക് വിളിക്കുമ്പോൾ വലിച്ചെറിയും. നോമ്പ് കുടിച്ചു കഴിഞ്ഞാൽ, വെള്ളം കുടിച്ച് നിസ്കാരം കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പണി അതാണ്. വലിയ തെറ്റാണത്. അത് സൂചിപ്പിച്ചത് ലഹരി ഉണ്ടാക്കുന്ന മനുഷ്യനെ സ്വന്തം ഉപദ്രവിക്കലാണ്, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കലാണ്. നമുക്ക് ശരിക്കും റമദാനിൽ ഇതൊക്കെ ഈ തിന്മകൾ നിയന്ത്രിക്കാൻ അവർക്ക് കഴിയും. മനുഷ്യന് അള്ളാഹുവിന്റെ തവക്കലുള്ളതോടൊപ്പം ഇച്ഛാശക്തി എന്നൊരു കാര്യമുണ്ട്. അത് മനുഷ്യന്റെ മനസ്സാണ്. ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ വേണ്ടെന്ന് വെച്ചാൽ വേണ്ടത് വെക്കാനുള്ള ഒരു ഇച്ഛാശക്തി, അതുള്ള മനുഷ്യരാണ് വിജയിക്കുക. ഇച്ഛാശക്തി ഇല്ലാത്തവർ ദുർബലതകൾക്ക് അടിപ്പെടും. യാദൃശികമായി എപ്പോഴോ അടിപ്പെടുന്ന മനുഷ്യരെ കുറിച്ചല്ല, പക്ഷെ ഒരു തിന്മയെ പൂർണ്ണമായി വർജിക്കാൻ ഒരു മുഅ്മിനിന് കഴിയും, ഇച്ഛാശക്തി തവക്കുലോട് കൂടി ചെയ്താൽ. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമ്മുടെ സഹോദരങ്ങൾക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു പ്രായപൂർത്തിയും ജോലിയും പഠനവും ഒക്കെ
പ്രായപൂർത്തി എത്തിയിട്ടും ജോലി, പഠനം, പരീക്ഷ എന്നീ കാരണങ്ങൾ കൊണ്ട് നോമ്പ് പിടിക്കാത്ത ആളുകളുണ്ട്. വിദ്യാർത്ഥികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. രക്ഷിതാക്കൾ അവർക്ക് നന്മയല്ല ചെയ്യുന്നത്, അവരെ ദീനിൽ നിന്ന് അകറ്റുകയാണ്, അവരുടെ റബ്ബിൽ നിന്ന് അകറ്റുകയാണ്, പരലോകത്തെ അവരെ നഷ്ടം വരുത്തുകയാണ്, സ്വയം മാതാപിതാക്കളും നഷ്ടത്തിലാവുകയാണ്. പരീക്ഷ എന്ന് പറഞ്ഞ് പലരും പ്രായപൂർത്തിയായ മക്കളെ, 15-നപ്പുറം വയസ്സുള്ളവരെ അവർ നോമ്പ് പിടിപ്പിക്കാറില്ല. കോളേജിൽ പഠിക്കുന്നവർ അല്ലെങ്കിൽ പ്ലസ് 1 പ്ലസ് 2 പഠിക്കുന്നവർ, SSLC ആകട്ടെ, ഈ പ്രായപൂർത്തി എന്ന അർത്ഥത്തിലെത്തിയ വലിയ മക്കളെ നോമ്പ് പിടിക്കുന്നില്ല. അല്ലെങ്കിൽ ജോലിയുടെ കാരണം പറഞ്ഞു, ജോലി തിരക്കാണ്, ഓഫീസിൽ നിറച്ച് ജോലിയാണ്, നോമ്പുകാരനായിരിക്കും. അത് ഇസ്ലാം തന്ന ഇളവല്ല. നമുക്ക് നോമ്പ് പിടിക്കണം. അത് ഇബാദത്തിൽ ആസ്വാദനം കണ്ടെത്താത്ത ആളുകൾക്കാണ് അത്തരം പ്രശ്നങ്ങൾ വരിക. അവർ ശരിക്കും ഇബാദത്തിന്റെ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഈ നന്മകളുടെ മാധുര്യം നുകരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവർക്ക് ചെറിയ ചെറിയ ബാലിശമായ പ്രശ്നങ്ങൾ പോലും അത് ഒരു വലിയ പ്രശ്നമായി തോന്നും. ശരീരം ക്ഷീണിക്കൂലെ, പിന്നെ മെലിഞ്ഞു പോകൂലെ, ഇങ്ങനെയൊക്കെയാണ് ചിലരുടെ ദുർബലമായ ചിന്തകൾ. മിസ്കീൻ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമുക്കെല്ലാം ഹിദായത്തും ഇസ്തിഖാമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങൾ, നമ്മുടെ പള്ളി ഇഫ്താർ നടക്കാറുണ്ട്. 7000 രൂപയാണ് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ പരിസര പ്രദേശത്തുള്ളവർ നോമ്പ് തുറക്കുന്നുണ്ട്. അവർക്ക് കഞ്ഞിയും വിഭവങ്ങളും ഒക്കെ നൽകുന്നുണ്ട്. ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അയാൾ നോമ്പെടുത്ത കൂലി നോമ്പ് തുറപ്പിച്ചവർക്കും കിട്ടും. അതുകൊണ്ട് ഈ ആനുകൂല്യം റമദാനിലെ ഉണ്ടാകും. നമ്മൾ റമദാനിലെ നോമ്പ് ഫർദ് നോമ്പാണ്. ചിലപ്പോൾ അതിൽ പാവപ്പെട്ടവരുണ്ടാകും, പൈസയുള്ളവരും ഉണ്ടാകും, ആയിക്കോട്ടെ. പക്ഷെ നോമ്പ് തുറക്കുന്ന നോമ്പുകാരനാണ്, അവൻ നോമ്പ് തുറക്കാൻ വന്നതാണ്. അവന് ഈത്തപ്പഴവും വെള്ളവും കഞ്ഞിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂലി നമുക്കും കിട്ടും. കഴിയുന്ന ആളുകൾ അതിൽ കൂടുക. ഒരു വിഹിതം കൊടുക്കാൻ കഴിഞ്ഞാൽ, 2 പേരായിട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ അതിലൊക്കെ ചേരുന്ന അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിജമീഇൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.